ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ആരും മിൽക്ക് മെയ്ഡൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പാൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. നല്ല കട്ടിയായിട്ടുള്ള പാൽ നമ്മൾ എടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഒരു ലിറ്റർ അളവിൽ ഞാൻ പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തുടരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല പശുവിൻ പാൽ തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പാൽ തന്നെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അത് നന്നായിട്ട് കുറുകി അതിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ വരുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ള പാലാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് തിക്കായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 രീതിയിൽ ഈ ഒരു മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത രീതി എന്ന് പറയുന്നതും നമ്മൾ സെയിം രീതി തന്നെയാണ്, ചെറിയൊരു മാറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പാല് നമുക്കിതിലേക്ക് എടുക്കാം. അപ്പോൾ നല്ല നെയ്യൊക്കെ കൂടിയിട്ടുള്ള പാല് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ, മിൽക്ക് മെയ്ഡിന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളത് കഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം അതിന് എത്രത്തോളം കട്ടിയുണ്ട്, അതുപോലെ തന്നെ മധുരമൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് മധുരമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്നിച്ച് അങ്ങോട്ട് ചേർക്കണ്ട, കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഈ പാലിവിടെ സ്റ്റവിൽ വെച്ചിട്ട് വേറെ എങ്ങോട്ടും പോകാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് തിള വന്നതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഓപ്ഷണലാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഒരു ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പാലൊക്കെ കിട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലൊക്കെ കിട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്.